മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നൊരു റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കറിയൊന്നും വേണ്ടാതെ കഴിക്കത്തക്ക രീതിയിൽ വളരെ രുചികരമായ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. സാധാരണ കറിയൊക്കെ ചേർത്താണ് നമ്മൾ ഉപ്പുമാവ് കഴിക്കാറ്, പപ്പടം, പഴം ഇതൊക്കെ ചേർത്ത്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് രാവിലത്തെ ഭക്ഷണമായിട്ടോ അത്താഴമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ഉപ്പുമാവാണ്. ആദ്യമായിട്ട് പാചകം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് രണ്ട് സൈസുണ്ട്. കുഴഞ്ഞ രീതിയിലുള്ളതുകൊണ്ട്, കുഴയാത്ത രീതിയിൽ പൊടിപൊടിയായിട്ടുള്ള ഉപ്പുമാവുണ്ട്. ഇതിപ്പം ഞാൻ പൊടിപൊടിയായിട്ടുള്ള രീതിയിൽ പുട്ട് പോലുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുഴഞ്ഞ രീതിയിൽ ഉപ്പുമാവ് നമുക്കിഷ്ടമല്ല. നമ്മൾ അതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ തയ്യാറാക്കിയാൽ പിന്നെ കുട്ടികളൊക്കെ ആവശ്യപ്പെടും, എല്ലാവരും ആവശ്യപ്പെടും ഇതേ രീതിയിലുള്ള ഉപ്പുമാവ് മതി. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അതേ രീതിയിലുള്ള ചേരുവകളൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 300 ഗ്രാം കണക്കാക്കിയാണ് ഞാൻ വറുത്ത റവയാണെങ്കിലും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, നമ്മൾ ഒന്നുകൂടെ വറക്കണമെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഉപ്പുമാവ് പൊടിയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കുഴഞ്ഞിരിക്കും. പിന്നെ കുഴഞ്ഞ ഉപ്പുമാവാണെങ്കിൽ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറക്കണം. കണ്ടില്ല, റോസ്റ്റഡ് എലൈറ്റിൻ്റെ റവയാണിത്. നല്ല ടേസ്റ്റുള്ള റവയാണ് കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് നമ്മുടെ പാനിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നല്ല കരിമുരാതിരിക്കത്തക്ക രീതിയിൽ വേണം. കടിക്കുമ്പോൾ നമ്മൾ കിരികിരാന്ന് കേൾക്കണം, അതേ രീതിയിൽ വറക്കണം. അപ്പോൾ കൈ വിടാതെ നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു സൈഡ് തന്നെ ഇരുന്നങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ വിടാതെ ഇങ്ങനെ ഇത് ഇളക്കി നല്ല റോസ്റ്റ് ചെയ്ത് നല്ല കരിമുരാതിരിക്കത്തക്ക രീതിയിൽ എല്ലാം ഒരേ കളറായിരിക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ കളറും വ്യത്യാസം വരും, നമുക്കതിന് ചുവയെ അനുഭവപ്പെടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് നോക്കുവാണ്. കരിമുരാ നമുക്ക് ചവച്ച് കിരികിരാന്ന് കേൾക്കണം. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കൂടിയിരിക്കാതെ നിരത്തി നമ്മളത് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇത് പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അത് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഒരു പിടി മുരിങ്ങയില, പിന്നെ 1.25 ടേബിൾ സ്പൂൺ നമ്മൾ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ്, കാഷ്യൂനട്ട്. പിന്നെ 2 ക്യാരറ്റ്, വറ്റൽമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള പച്ചമുളക്, 2 സവാള, കറിവേപ്പില. നമ്മുടെ ആവശ്യത്തിന് സവാള ഇതെല്ലാം എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ക്യാരറ്റാണ് ഇതേ രീതിയിൽ ചോപ്പറിൽ വെച്ച് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കും. കാരണം കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ കളർ, നമ്മളിതിന് പ്രത്യേക ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നത്, ഇതിൻ്റെ കളറും കിട്ടും, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റും ഗുണവുമാണ്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാളയും ഇതേ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചീനിച്ചട്ടി ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ചേർക്കുന്നില്ല കേട്ടോ, ഇതിനകത്ത് കടുക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിതിലേക്ക് സാധാരണ നമ്മൾ ഉപ്പുമാവിന് കടുക് ചേർക്കും, ഇതിലേക്ക് കടുക് ചേർക്കുന്നില്ല. പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള ഈ മുളക് നമ്മളതങ്ങ് അലുത്ത് പോകും. ഇനി കിടക്കുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ചേർത്ത് ആദ്യം നമ്മുടെ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരികയേ ചെയ്യാവുള്ളൂ. അല്ല, നമ്മളിത് ക്രിസ്പിയായിട്ട് മൂപ്പിക്കാൻ പാടില്ല. നമ്മുടെ ഉപ്പുമാവിന് വഴളാനേ പാടുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ചേർക്കുന്നു. കാരണം സവാളയ്ക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലതായിട്ടിട്ട് വഴന്ന് എടുക്കണം, അല്ലാതെ മൂപ്പിക്കരുത്. വഴന്ന് വേവണം. വഴന്നെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കണക്കാക്കി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണിൻ്റെ ഉള്ള സ്പൂണാണ്, അതാണ് അറ്റത്തിരിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത്ര കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒക്കെ ചേർത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്പൂണിലിട്ട് ഇളക്കി അതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ പച്ചമുളകും ചേർത്ത് ഇതിനകത്തൊട്ട് കൂട്ടി പുരട്ടി ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ പൊട്ടുകടലയും ചേർത്തു ഒന്നിളക്കി. എന്നിട്ട് നമ്മുടെ കാഷ്യൂനട്ട്, അതായത് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്ത് ഇത് രണ്ടും ഇതിനകത്ത് കിടന്ന് ഇതേ രീതിയിലൊന്ന് വഴന്ന് വരണം, മൂക്കണം കേട്ടോ. ഇത് ആ എണ്ണയും നെയ്യും ഒക്കെ ചേർന്ന് അതും അങ്ങ് നന്നായിട്ട് മൂക്കും. ഈ മൂക്കുന്ന സമയത്ത് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്ത് നല്ല പൊരിപൊരായിട്ട് മൊരിയുന്ന രീതിയിൽ നമ്മുടെ മുരിങ്ങയില ഇതിനകത്തിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് നല്ല പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പൊട്ടി വരണം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ മുരിങ്ങയില എല്ലാം മൂത്ത് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. നമ്മൾ 2 ഇരട്ടി വെള്ളമാണ് കേട്ടോ. 300 ഗ്രാം പിന്നെ റവയ്ക്ക് നമ്മൾ 600 ഗ്രാം കണക്കാക്കി വെള്ളം ആ കപ്പിന് നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് വെള്ളം കുറവാണെങ്കിൽ ചേർക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് അധികം ഉപ്പ് ചേർക്കേണ്ട. ഉപ്പുമാവാണെങ്കിൽ ഉപ്പ് അധികം ആവരുത്. കാരണം നമ്മൾ ഉപ്പ് നോക്കണം. ഇങ്ങനെ
ഉപ്പിട്ടിട്ട് ഉപ്പ് നോക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു തേങ്ങയുടെ വലിയ തേങ്ങയുടെ കാൽഭാഗം ചിരകി നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അതും ചേർത്ത് കൂട്ടി ഇളക്കി ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ റവ ഇങ്ങനെ കുലുക്കി ഇട്ടുകൊടുത്ത് നമ്മുടെ ആ ഇളക്കി നമ്മുടെ ചട്ടുകം വെച്ച് ഇളക്കി ഉണ്ട കെട്ടാതിരിക്കത്തക്ക രീതിയിൽ ഇളക്കി വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മുടെ റവ 300 ഗ്രാം ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വറുത്ത റവയാണ്, ചൂടുവെള്ളത്തിലാണ് ഇട്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം ഇതിനകത്ത് ഇത് കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കൂട്ടി ഇളക്കിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ വെള്ളമില്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിക്കുന്ന രീതി നമ്മുടെ ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ചെവിട്ടിൽ കിടക്കാൻ പുറത്ത് മേളിൽ ഒഴിച്ചാൽ കുഴഞ്ഞു പോവും. സൈഡിൽ കൂടെ ഒഴിക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം എന്താ ഇത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി വെള്ളക്കുറവുണ്ട്. നമ്മളിത് കൂട്ടി ഇളക്കുന്നുണ്ട്. കൂട്ടി ഇളക്കി ഇത് എനിക്ക് തോന്നുന്നു ഡ്രൈ പക്ഷേ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടൊന്നുമില്ല. എങ്കിൽ പോലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ മുകളിലൊഴിച്ചാൽ വെള്ളം കുഴഞ്ഞു നിൽക്കും. അപ്പോൾ ഇത് പിന്നെ ഡ്രൈ ആകാൻ പാടായിരിക്കും. നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിൽ ഇടയ്ക്ക് കിടന്നങ്ങ് വെന്ത് മേളോട്ട് വന്ന് മേളിലുള്ള റവയും വേവും. അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ട് കുഴഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. നമ്മൾ അടുക്കി കൂട്ടി ഇളക്കണം കേട്ടോ. അടുക്കി കൂട്ടി ഇളക്കിയില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ ഇത് അടുക്കി പിടിക്കാതെ തന്നെ നല്ല പൊടിയായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, അകത്തൊന്നും പിടിച്ചിട്ടില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇതേ രീതി നമ്മളിങ്ങനെ നമ്മുടെ ഈ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കി ഉടച്ചുടച്ച് നമ്മുടെ ഈ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കണ്ടില്ലേ, ഉടച്ചുടച്ച് നല്ല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ മക്കളെ. പല രീതിയിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള ഈ രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണ്ടില്ലേ. നല്ല പൊടിയായിട്ട് ഒട്ടിയില്ല, ഉണ്ട കെട്ടിയിട്ടില്ല, നല്ല ഉണ്ട കെട്ടാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായി. കണ്ടില്ലേ, ഞാൻ ഉപ്പ് നോക്കി ടേസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. പല പ്രാവശ്യം ഞാനിത് ടേസ്റ്റ് നോക്കി. ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് സെർവ് ചെയ്യാൻ. കണ്ടില്ലേ, നല്ല പൂ പോലെ ഉള്ള ഉപ്പുമാവ് എന്തൊരു ടേസ്റ്റുമാണെന്നറിയോ. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുമല്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കറിയൊന്നും വേണ്ട. ഇതിന് കറി വേണേൽ ചേർക്കാം. നമ്മളിപ്പോൾ കറിയൊന്നും ഇല്ലാതാണ് ഇത് കഴിച്ചത് കേട്ടോ. അത്രയ്ക്ക് രുചിയുള്ളൊരു ഉപ്പുമാവായിരുന്നു. നമ്മളിവിടെ ഒന്നെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ഒക്കെ വെച്ചാണ് കഴിക്കുന്നത്. ഇന്ന് ഇതൊന്നും ഇല്ലാതാണ് കഴിച്ചത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന ഓപ്ഷൻ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ മക്കളെ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം ശരി മക്കളെ.